പോലീസ് സ്റ്റേഷനുകൾ ആഘോഷവേദിയാണോ അതോ നിയമം നടപ്പാക്കേണ്ട ഇടമാണോ? കേസിലെ പ്രതി ആരായാലും, രാഷ്ട്രീയക്കാരനായാലും സാധാരണക്കാരനായാലും നിയമത്തിൻ്റെ മുന്നിൽ ഒരേ മാനദണ്ഡമല്ലേ വേണ്ടത്? ഒരു വശത്ത് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ അച്ചടക്കം മറന്ന് തമ്മിലടിക്കുന്നു, മറുവശത്ത് കേസിലെ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാഹചര്യമൊരുങ്ങുന്നു. നിയമം നടപ്പാക്കേണ്ട സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ നിയമബോധവും അച്ചടക്കവും ദുർബലമാകുന്നു എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ ഓണാഘോഷത്തിനിടെ ഉദ്യോഗസ്ഥർ തമ്മിലടിച്ച കേസും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവവും അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. പോലീസ് ജനങ്ങളുടെ സംരക്ഷകരാണ്. ജയിൽ ജീവനക്കാർ നിയമത്തിൻ്റെ കാവൽക്കാരും. അവരുടെ കൈകളിലാണ് നിയമവാഴ്ചയും സമൂഹത്തിൻ്റെ സുരക്ഷയും. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ചെറിയ വീഴ്ചകൾ പോലും സാധാരണക്കാരൻ്റെ വീഴ്ചയായി കാണാനാകില്ല. നിയമം കാക്കേണ്ടവർ അത് മറന്നാൽ പൊതുസമൂഹത്തിന് അതൊരു തെറ്റായ സന്ദേശമാകും. ഇവിടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാകും സ്വീകരിക്കുക? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിയമം കാക്കേണ്ടവർ തന്നെ നിയമം മറന്നാൽ പൊതുസമൂഹം ആരെയാണ് വിശ്വസിക്കേണ്ടത്? തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിൽ നടന്നത് ഒരു സാധാരണ അടിപിടിയല്ല. ജയിൽ ജീവനക്കാരുടെ ഓണാഘോഷത്തിനിടെ, അതും ജയിലിലെ DJ പാർട്ടിക്കിടെ ഉദ്യോഗസ്ഥർ തമ്മിൽ കയ്യാങ്കളി നടക്കുന്നു. സംഘർഷത്തിൽ ഒരു ഉദ്യോഗസ്ഥന് സാരമായി പരിക്കേറ്റു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിലാണ് ജയിൽ ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടിക്കിടെ ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചത്. ശനിയാഴ്ച രാത്രി ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച DJ പാർട്ടിക്കിടെയായിരുന്നു കയ്യാങ്കളി. സംഘർഷത്തിൽ കണ്ണിന് പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓണം ആഘോഷിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷെ നിയമവും അച്ചടക്കവും കാക്കേണ്ട ജയിൽ വളപ്പിൽ തന്നെ ഉദ്യോഗസ്ഥർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിലെ ഓണാഘോഷ പരിപാടിക്കിടെ പരസ്യമായ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതെന്നാണ് പ്രാഥമിക സൂചന. DJ പാർട്ടിക്കിടെ ചില ജീവനക്കാർ സ്റ്റേജിൽ കയറി പാടാനും നൃത്തം ചെയ്യാനും ശ്രമിച്ചതും തർക്കത്തിന് കാരണമായി. അടിപിടിയിൽ ആറ്റിങ്ങൽ സബ് ജയിലിലെ ഉദ്യോഗസ്ഥന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ജയിൽ ജീവനക്കാരാണ് മേഖലാ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. സംഘർഷമുണ്ടാക്കിയവർ മദ്യപിച്ചിരുന്നതായും സംശയമുണ്ട്. ജീവനക്കാരുടെ സംഘടനയുടെ ആഭ്യന്തര പരിപാടിയായതിനാലും ആരും പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകാത്തതിനാലും നിലവിൽ പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജയിൽ അധികൃതരും സംഭവത്തിൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഊഞ്ഞാൽ കണ്ടാൽ ഒന്ന് ആടിയില്ലെങ്കിൽ പിന്നെ എന്തോണം? ED സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതിയായ CPM നേതാവ് IP ബിനു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം കുറിച്ച വരികളാണിത്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷന് മുന്നിൽ പോലീസുകാർ നോക്കി നിൽക്കെയാണ് ഓണം ആഘോഷിച്ച് ബിനുവും സംഘവും ഊഞ്ഞാലാടിയത്. ED കേസിലെ പ്രതികളുടെ ഊഞ്ഞാലാടൽ വിവാദമായതോടെ ബിനുവിൻ്റെ റീൽസ് മെറ്റ നീക്കം ചെയ്തു. സംഭവം വിവാദമായതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് കമ്മീഷണറുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിലാണ് IP ബിനു ഉൾപ്പെടെ 20ഓളം പ്രതികൾ പങ്കെടുത്തത്. ഓണാഘോഷത്തിനായി ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു പോലീസുകാരുടെ വേഷം. അതേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ബിനുവും എത്തിയത്. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് പിന്നാലെയാണ് ബിനുവിന്റെ റീൽസ് മെറ്റ നീക്കം ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP റവട ചന്ദ്രശേഖർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പോലീസുകാർ ആഘോഷത്തിന് തിരഞ്ഞെടുത്ത വേഷം കേസിലെ പ്രതികൾക്ക് ലഭിച്ചത് യാദർച്ഛികമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതേ നിറത്തിലുള്ള വസ്ത്രം തന്നെ സ്റ്റേഷനിലെത്തിയ പ്രതികൾക്ക് കിട്ടിയതിൽ വിമർശനമുയർന്നിട്ടുണ്ട്. നഗരത്തിലെ വസ്ത്രവ്യാപാരശാലയിൽ നിന്ന് പോലീസുകാർക്ക് ഒരേ നിറത്തിലെ ഷർട്ട് എടുത്തപ്പോൾ 3 എണ്ണം അധികം വാങ്ങിയിരുന്നു. ഇത് ED കേസിലെ പ്രതികൾക്ക് വേണ്ടിയായിരുന്നുവെന്നാണ് സംശയം. പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഷർട്ട് വാങ്ങിയത്. സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടറും സേനയിലെ ഇടതു സംഘടനാ നേതാവുമായ R പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ED ആക്രമണ കേസിൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇദ്ദേഹം സ്റ്റേഷന്റെ ചുമതല ഒഴിയാനിരിക്കെയായിരുന്നു ആഘോഷം. കേസിൽ ജയിലിലായിരുന്ന ബിനു ഉൾപ്പെടെയുള്ള പ്രതികൾ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. രാവിലെ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷമായിരുന്നു ആഘോഷം. ന്യൂസ് 18 തിരുവനന്തപുരം. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് സൗഹൃദത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ. നമ്മൾ പോലും അറിയാതെ ഒരാൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിൻ്റെ അപകടം കൂടി തിരിച്ചറിയണം കേട്ടോ. കാസർഗോഡ് ഒരു വ്യാപാരി നേരിട്ടത് അത്തരമൊരു കെണിയാണ്. കേസിൽ യുവതി ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടം വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്. തുടർന്ന് യുവതിക്കൊപ്പം ബലം പ്രയോഗിച്ച് നിർത്തി വീഡിയോകളും ഫോട്ടോകളും എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിന് കടം വാങ്ങിയ 5000 രൂപ തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് പണം തട്ടിയ കേസിലാണ് യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായത്. കുബണ്ണൂരിലെ റിസ്വാന, ഭർത്താവ് ഹസൻ ആസിഫ്, ഇവരുടെ ബന്ധു മൊഗ്രാൽ സ്വദേശി മുഹമ്മദ് സിറാജ് എന്നിവരെയാണ് കുമ്പള SI അനൂപും സംഘവും അറസ്റ്റ് ചെയ്തത്. മുട്ടം ബങ്കര സ്വദേശിയും വ്യാപാരിയുമായ 64-കാരന്റെ പരാതി പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. കിടപ്പുമുറിയിൽ യുവതിക്കൊപ്പം വ്യാപാരിയെ ബലം പ്രയോഗിച്ച് നിർത്തി എടുത്ത വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സംഘം 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. ആഗസ്റ്റ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. കടം വാങ്ങിയ പണം തിരികെ നൽകാനെന്ന പേരിൽ റിസ്വാനിയാണ് വ്യാപാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് കിടപ്പുമുറിയിൽ കയറ്റി ഫോട്ടോയും വീഡിയോയും പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി പണവും ATM കാർഡും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയായിരുന്നു. ആദ്യം 1500 രൂപയും ചെറിയ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും കൈക്കലാക്കിയ പ്രതികൾ കാറിൽ നിന്ന് 25000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 2 ATM കാർഡുകളും എടുത്തു. ഭീഷണിപ്പെടുത്തി പിൻ നമ്പർ വാങ്ങിയ ശേഷം 7200 രൂപ ATM-ൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ആഗസ്റ്റ് 17-ന് കടയിലെത്തി ഭീഷണിപ്പെടുത്തി 5000 രൂപ കൂടി വാങ്ങി. വീണ്ടും 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് വ്യാപാരി പോലീസിനെ സമീപിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെയൊക്കെ വീടുകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ചില സ്ത്രീകളുണ്ട്. കുടുംബത്തിനും ഭർത്താവിനും മക്കൾക്കും വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് കഴിയുന്നവർ. മലപ്പുറം തിരൂർ പടിഞ്ഞാറക്കരയിലെ ഫൗസിയയും ഇങ്ങനെയുള്ളൊരു സാധുവായ സ്ത്രീയായിരുന്നു. കടുത്ത മദ്യപാനിയായ ഭർത്താവിൻ്റെ ക്രൂരതകളെല്ലാം സഹിച്ച് ജീവിച്ച ഒരു സാധാരണ വീട്ടമ്മ. ഫൗസിയയെ ഭർത്താവ് ഹുസൈൻ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച കേസ് നാട്ടുകാരിൽ ഇപ്പോഴും വല്ലാത്തൊരു നടുക്കമാണ്. കാരണം അയൽക്കാർക്കെല്ലാം അവളേറെ പ്രിയപ്പെട്ടവളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതി ഹുസൈനെ തെളിവെടുപ്പിലെത്തിച്ചപ്പോൾ നാട്ടുകാരെല്ലാം പൊട്ടിത്തെറിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിക്കെതിരെ ആക്രോശത്തോടെ പാഞ്ഞെടുത്തു. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരിൽ നിന്ന് ഹുസൈനെ രക്ഷപ്പെടുത്താൻ പോലീസിനേറെ പണിപ്പെടേണ്ടി വന്നു. തിരൂർ പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ ഭാര്യയെ കൊന്ന് ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളിയ സംഭവത്തിൽ പ്രതിയായ ഹുസൈനെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രോഷാകുലരായ ജനക്കൂട്ടം ഹുസൈന് നേരെ ആക്രോശത്തോടെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കാൻ തുനിയുകയും ചെയ്തു.
സ്ത്രീകളും കുട്ടികളും അടക്കമാണ് പ്രതിക്ക് നേരെ രോഷാകുലരായത്. കൊല നടത്തിയ കടപ്പുറത്തും പിന്നീട് മൃതദേഹം ചാക്കിൽ കെട്ടിത്തള്ളിയ പുഴക്കരയിലും ഹുസൈന്റെ വീട്ടിലും തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ചു. വീട്ടിൽ നിന്ന് തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നേരമാണ് സ്ത്രീകൾ അടക്കമുള്ളവർ ഹുസൈനെ ആക്രമിക്കാനായി അടുത്തത്. പോലീസുകാർ ഏറെ പണിപ്പെട്ടാണ് ഹുസൈനെ തിരികെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത്. ജനരോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. 50ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നത്. തിരൂർ CI ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഹുസൈനുമായി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഫൗസിയയെ ഭർത്താവിനോടൊപ്പം വീട്ടിൽ നിന്ന് കാണാതായത്. ചാകര വന്നെന്നും വലയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്നും ഹുസൈൻ ഫൗസിയയും വിളിച്ച് പുറത്തുപോകുകയായിരുന്നു. രാത്രിയായിട്ടും തിരിച്ചെത്താതായതോടെ മക്കൾ പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചയോടെ പടിഞ്ഞാറക്കര ജെട്ടി ലൈനിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കണ്ണൂരിൽ നിന്ന് ബസ്സിൽ വരികയായിരുന്ന ഹുസൈനെ പോലീസ് ജീപ്പ് ബസ്സിന് കുറുകെയിട്ട് പിടികൂടുകയായിരുന്നു. സ്ഥിരം മദ്യപാനിയായ ഹുസൈൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരൂർ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പോലീസുകാർ. എന്നാൽ പോലീസുകാർക്ക് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നത് അപകടകരമാണ്. ഇടുക്കി നെടുങ്കണ്ടം തൂക്കുപാലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവം അതീവ ഗൗരവത്തോടെ കാണണം. തൂക്കുപാലം ബെവറേജ് ഔട്ട്ലെറ്റിന് സമീപം പെട്രോളിങ്ങിനെത്തിയ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. തൂക്കുപാലം സ്വദേശി ആനന്ദും ആനവിലാസം ചപ്പാത്ത് സ്വദേശി അഭിഷേകുമാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. നെടുങ്കണ്ടം പോലീസ് തൂക്കുപാലം മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ 2 പേർ ചേർന്ന് ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നതായി വിവരം ലഭിച്ചു. ഇത് തടയുന്നതിനായി പോലീസ് സംഘം ബിവറേജിന് സമീപം എത്തുകയായിരുന്നു. ഈ സമയം പ്രതികളായ ആനന്ദ്, അഭിഷേക് എന്നിവരും മറ്റൊരാളും ചേർന്ന് മുൻവൈരാഗ്യത്തെ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായ അരുൺ എന്നയാളെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. പോലീസ് ഇവരെ തടയുകയും പോലീസ് വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് പ്രതികൾ പോലീസിന് നേരെ തിരിഞ്ഞത്. നെടുങ്കണ്ടം SI ലിജോ പി മാണിക്ക് നേരെ പ്രതികൾ ആക്രമണം നടത്തി. SIയെ മർദ്ദിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം വിളിച്ചതായും FIRൽ പറയുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. CMRൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഒരു അന്വേഷണ ഏജൻസി പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പ് സാധാരണയായ ഒരു നടപടിക്രമം മാത്രമാണോ, അതോ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന നിർണായക നീക്കമാണോ? CMRലെ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് സ്വാഭാവിക നടപടിക്രമം മാത്രമെന്നാണ് EDയുടെ വിശദീകരണം. പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ അനധികൃത പണമിടപാടുകളിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചതെന്നും ED വ്യക്തമാക്കുന്നു. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പിണറായി വിജയൻ രൂക്ഷമായ വിമർശനം ഉയർത്തതിന് പിന്നാലെയാണ് വിശദീകരണക്കുറിപ്പ്. അനധികൃത പണമിടപാടുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളാണ് വാർത്താക്കുറിപ്പിലുള്ളതെന്നും ED വ്യക്തമാക്കി. സാധാരണഗതിയിൽ ഇല്ലാത്ത വിധം ED വാർത്താക്കുറിപ്പിറക്കിയത് അസാധാരണവും രാഷ്ട്രീയ പ്രേരിതവുമെന്നായിരുന്നു പിണറായിയുടെ വിമർശനം. വീണ തന്റെ മകളായതിനാലാണ് ഈ അന്വേഷണമെല്ലാം നടക്കുന്നത്. EDയുടെ വാർത്താക്കുറിപ്പിനെയും അതിൽ തന്റെ പദവിയെക്കുറിച്ച് പരാമർശിച്ചതിനെയും പിണറായി വിമർശിച്ചു. റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന ആക്ഷേപവും നിഷേധിച്ചു. തനിക്കോ തന്റെ മകൾക്കോ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമോ ഒരു തരത്തിലുമുള്ള ഹവാല ഇടപാടുകൾ ഇല്ലെന്ന് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിരുന്നു.
അതേസമയം കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉടൻ ഉണ്ടാകുമെന്നും ED സൂചനകൾ നൽകി. വീണയെയും മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം. കോഴിക്കോട്ടെ റെയ്ഡിൽ ഉൾപ്പെടെ കണ്ടെടുത്ത തെളിവുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് EDയുടെ ലക്ഷ്യം. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ED വ്യക്തമാക്കിയിരുന്നു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുകളുണ്ടെന്നും വരുമാനത്തെക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും ED പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിയുടെ ശൃംഖല പടരുകയാണ്. മയക്കുമരുന്ന് കടത്താൻ പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ് ലഹരി സംഘങ്ങൾ. ബംഗളൂരുവിൽ നിന്ന് MDMA കയറ്റിവിടുന്ന സംഘത്തിലെ മുഖ്യ സൂത്രധാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ സ്വദേശി റിയാസ് എന്ന കല്ലു റിയാസാണ് UPയിൽ വെച്ച് തൃശൂർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. അതിനിടെ വാളയാറിലെ പരിശോധനയ്ക്കിടെ ലക്ഷങ്ങൾ വിലയുള്ള മെത്തഫെറ്റമിൻ എക്സൈസ് കണ്ടെടുത്തു. മലപ്പുറം പൂത്തുകല്ലിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. ഇക്കഴിഞ്ഞ മെയ്യിൽ തൃശൂർ വാണിയംപാറയിൽ നിന്ന് ആംബുലൻസിൽ കടത്തുകയായിരുന്ന 250 ഗ്രാം MDMA ആന്റി നർക്കോട്ടിക് സെല്ലും ഡാൻസാഫും ചേർന്ന് പിടികൂടിയിരുന്നു. കേസിൽ 2 പേർ അറസ്റ്റിലാവുകയുമുണ്ടായി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിക്കുന്നതിൽ മുഖ്യ കണ്ണി ഗുരുവായൂർ സ്വദേശിയായ റിയാസാണെന്ന് മനസ്സിലായത്. കല്ല് റിയാസ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. മുൻപും സമാനമായ കേസുകളുണ്ടെങ്കിലും റിയാസ് ഇത് ഇപ്പോഴും തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിൽ വന്നു പോകാറുണ്ടെങ്കിലും ഇയാളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘം ഉത്തർപ്രദേശിലേക്ക് എത്തുന്നത്. ഇയാളുടെ താവളം കണ്ടെത്തിയ പോലീസ് റിയാസിനെ കൈയോടെ പിടികൂടുകയായിരുന്നു. റിയാസിനെ തൃശൂരിലേക്ക് എത്തിച്ചു. വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ക്രിയാറ്റിൻ ടിന്നിൽ ഒളിപ്പിച്ച നിലയിൽ ലക്ഷങ്ങൾ വിലയുള്ള മെത്താഫിറ്റാമിൻ വാളയാർ എക്സൈസ് പോസ്റ്റിൽ കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് വന്ന എയർബസിൽ നടത്തിയ പരിശോധനയിൽ തൃശൂർ സ്വദേശി ജിതിന്റെ പക്കൽ നിന്നാണ് 142 ഗ്രാം മെത്താഫിറ്റാമിൻ, 1 ഗ്രാം കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തത്. മലപ്പുറം പോത്തുകല്ലിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. ചുങ്കത്തറ തച്ചങ്ങോട് സ്വദേശി അജയ്, അയൽവാസി ബിജോ വർഗീസ് എന്നിവരെയാണ് ഡാൻസാഫും പോത്തുകല്ല് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് 10.18 ഗ്രാം MDMA, ലഹരിമരുന്ന് അളന്നു തിട്ടപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസ്, മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. MDMA ചെറിയ പാക്കറ്റുകളിലാക്കി മാറ്റുന്നതിനിടെയാണ് പോലീസ് സംഘം എത്തിയത്. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കി മാറ്റിയാണ് ഇവർ പ്രദേശത്ത് വിൽപ്പന നടത്തിയിരുന്നത്. 1-ാം പ്രതിയായ അജയ് മുൻപ് ആന്ധ്രാപ്രദേശിലെ പാടേര് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയാണ്. പ്രതികൾക്ക് MDMA എത്തിച്ചു നൽകിയ ഉറവിടത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 12 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിലായി. ഓണവിപണി ലക്ഷ്യമിട്ട് വിതരണത്തിനെത്തിച്ച കഞ്ചാവുമായി മുർഷിദാബാദ് സ്വദേശി മസദുൾ ഇസ്ലാമാണ് പോലീസിന്റെ പിടിയിലായത്. തൃക്കളത്തൂർ സംഗമം പടിയിൽ വെച്ചാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 2 ബാഗുകളിൽ 12 ബണ്ടിലുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും ലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണികളിലൊരാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. മുൻപും സമാനമായ കേസുകളിൽ മസദുൾ ഇസ്ലാം പ്രതിയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആഭിചാര ക്രിയകളിലും ജ്യോതിഷ താന്ത്രിക വിദ്യകളിലും മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പലതരം വിശ്വാസങ്ങളുണ്ട്. അത്തരത്തിൽ കുറുക്കൻ്റെ രോമം, നഖം, പല്ല് എന്നിവ ചില പ്രത്യേക താന്ത്രിക ക്രിയകൾക്കായി ഉപയോഗിക്കാറുണ്ടെന്ന് ചില പഴയ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കുറുക്കൻ്റെ രോമം പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടും ഇത്തരം ആഭിചാര ക്രിയകളെക്കുറിച്ച് കേട്ടു. വനവകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാൻകൊമ്പും ഇരുതല മൂരിയും ഉൾപ്പെടെ കണ്ടെടുത്തത്. കേസിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു. മാൻകൊമ്പും കുറുക്കന്റെ രോമവും വിൽക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 5 പേരെയാണ് പരുത്തിപ്പള്ളി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശി ജിംഷിൻ, എറണാകുളം ചിലവന്നൂർ സ്വദേശി ജയൻ, വടുതല സ്വദേശി മനോജ്, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി PB ചെറിയാൻ, മാരായമുട്ടം സ്വദേശി ഷിജുലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. നെയ്യാറ്റിൻകര അറയ്ക്കുന്നിൽ ജ്യൂസ് കടയിൽ വെച്ച് ഇവ വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് വനം വകുപ്പ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിക്കുന്നതാണ് കുറുക്കന്റെ രോമമെന്ന് പ്രതികൾ മൊഴി നൽകി. വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചാണ് കേസ്. പിടിച്ചെടുത്ത സാധനങ്ങളുടെ ഉറവിടം, ഇവ വിൽക്കാൻ ശ്രമിച്ചതിന് പിന്നിലെ ലക്ഷ്യം, കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വനം വകുപ്പ് അന്വേഷണം തുടരുകയാണ്. കേസിലെ 1-ാം പ്രതിയായ ജിംഷിൻ നെയ്യാറ്റിൻകര നഗരസഭ ഇരുമ്പിൻ വാർഡിലെ UDF കൗൺസിലറുടെ ഭർത്താവാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ ഇരുതല മൂരിയെ വിൽക്കാൻ ശ്രമിച്ച കരുനാഗപ്പള്ളി സ്വദേശി സുദർശനൻ, ഊരൂട്ടമ്പലം സ്വദേശി കേശവകുമാർ, ലക്ഷദ്വീപ് ആന്ധ്രോത്തിലുള്ള അൻവർ PK, മാരായമുട്ടം സ്വദേശി രതീഷ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു. വനം ഇന്റലിജൻസിനും ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്കും ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് പലരും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കും. ഞാനിത് പറഞ്ഞാൽ അയാൾക്ക് വിഷമമാകുമോ? ഇത് ചെയ്തില്ലെങ്കിൽ അവർ എന്നെ മോശക്കാരായി കാണുമോ? ഈ ബന്ധത്തിൽ നിന്ന് മാറി നിന്നാൽ ആളുകൾ എന്തു പറയും? വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ പോലും വർഷങ്ങളോളം സഹിക്കുന്നവരുണ്ട്. ഈ ലോകത്ത് നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ? നമ്മൾ നല്ലത് ചെയ്താലും ചിലർ കുറ്റം പറയും. എത്രയൊക്കെ സഹായിച്ചാലും ചിലർ അത് മറക്കും. എത്ര ആത്മാർത്ഥമായി പെരുമാറിയാലും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ എന്തിനാണ് നമ്മുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്? നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് നിങ്ങളാണെന്നേ. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ പഠിക്കണം. അത് അഹങ്കാരമല്ല. നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് അകലം പാലിക്കുന്നത് ക്രൂരതയുമല്ല. നിങ്ങളുടെ മനസ്സമാധാനം സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല. അത് സ്വയം സ്നേഹിക്കാനുള്ളൊരു മാർഗമാണ്. തീർച്ചയായും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ മറ്റൊരാൾക്ക് അനാവശ്യമായി വേദന ഉണ്ടാക്കുന്നുണ്ടോ എന്നും ചിന്തിക്കണം. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി ചിന്തിക്കണം കേട്ടോ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തണോ? ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.